ഹായ്, ഇറ്റ്സ് ബി മെർലിൻ. മെർലിൻസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇതൊരു പ്രത്യേക ദിനമായിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇവക്കുട്ടീൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനും അങ്കിളിൻ്റെയും ആൻറ്റീൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറി സെലിബ്രേഷനുമായിരുന്നു. അങ്കിൾ ആൻറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവ മോളുടെ ഗ്രാൻഡ് പാരൻസിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി സെലിബ്രേഷനുമായിരുന്നു കേട്ടോ. സോ ഇവിടെ എനിക്ക് പ്രത്യേകമായി പറയാനുള്ളത്, ഞാൻ ഇവരെ പലരെയും കാണുന്നത് ആദ്യമായിട്ടാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെല്ലാം UAE സെറ്റിലാണ്. ഞാൻ റീസെൻ്റ്ലി ഇങ്ങ് വന്നതല്ലേ ഉള്ളൂ. സോ എനിക്ക് എല്ലാവരെയും കാണാൻ വേണ്ടി പറ്റി കേട്ടോ. സോ എല്ലാവരും എൻ്റെ ആദംകുട്ടനെയാണെങ്കിലും ഇവരെല്ലാം ആദ്യമായിട്ടാണ് കാണുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം എല്ലാവരും എന്നെപ്പോലെ തന്നെ ടോക്കറ്റീവാണ്. എന്താ പറയുക, നല്ല ജോലിയായിട്ട് നടക്കുന്ന ടീംസാട്ടോ. സോ എനിക്ക് അവരെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങളവിടെ പ്രാർത്ഥനയോട് കൂടെ തന്നെ കേക്ക് കട്ടിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അവിടെ ഞങ്ങളുടെ പ്രോഗ്രാംസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. ഞാൻ നിങ്ങൾക്കായി ഈ വീഡിയോ ഷെയർ ചെയ്യാം കേട്ടോ. എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ പ്രാർത്ഥനയും കേക്ക് കട്ടിങ്ങും എല്ലാം കഴിഞ്ഞതിന് ശേഷം ആദംകുട്ടനെ ഞാൻ ഗിഫ്റ്റ് കൊടുക്കാൻ ഏൽപ്പിച്ചു. അതുകൊണ്ട് ഭയങ്കര മടി കേട്ടോ ചേച്ചിക്കുട്ടിക്ക് കൊടുക്കാൻ. അങ്ങനെ ഞാനൊരു ചെറിയൊരു ഗിഫ്റ്റായിരുന്നു കേട്ടോ, അതൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് എല്ലാവരുടെയും വക ഫോട്ടോ സെക്ഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ഫോട്ടോ സെക്ഷനും കാര്യങ്ങളൊക്കെ എടുത്ത് ഫോട്ടോസ് അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണല്ലോ. കാരണം നമുക്ക് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആയാലും ബർത്ത്ഡേ ആയാലും പോസ്റ്റ് ചെയ്യൽ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമല്ലേ. അപ്പം ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും കേക്ക് കട്ട് ചെയ്ത് കൊടുത്തു. നമ്മുടെ ആദംകുട്ടൻ കണ്ടില്ലേ കഴിക്കണേ, അവൻ ഭയങ്കര എന്താ പറയുക മാറിപ്പോയി ഇരുന്ന് സ്വസ്ഥതയോടെയും സമാധാനത്തോടു കൂടിയും അവൻ കേക്ക് കഴിപ്പാട്ടോ.
എല്ലാ പരിപാടിക്കും ശേഷം കുട്ടികൾ അവരുടേതായ കളികളാട്ടോ, കാരണം കുഞ്ഞുങ്ങളെല്ലാം ഒരുമിച്ച് കൂടിയൊരു ദിവസമല്ലായിരുന്നോ. സോ എല്ലാവരും അടിപൊളി കളികളൊക്കെ ആയിരുന്നു. ബാസ്ക്കറ്റ് ബോൾ, അങ്ങനെ കുറേ കളികളുണ്ടായിരുന്നു, അവരുടേതായ കളികൾ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അടുത്ത് ആദ്യം കൊണ്ട് വന്ന് ചോദിച്ചു എനിക്ക് ആ ബോൾ ഒന്ന് തരാൻ പറയാമോ എന്നൊക്കെ കേട്ടോ. കാരണം ആദ്യത്തിന് ആ ബോൾ ഒന്നാതെ എടുക്കാൻ പറ്റില്ല, കാരണം അവരുടെ ഒരു ഏജ് അല്ലല്ലോ ആദ്യത്തിന്. അപ്പം അവന് എന്തായാലും നമ്മുടെ ആരോൺകുട്ടൻ അവന് കൊണ്ടുപോയി ബോളൊക്കെ കൊടുത്ത് അവൻ്റെ കൂടെ ഇങ്ങനെ കളിച്ച് കേട്ടോ. എന്തായാലും അവന് ഭയങ്കര സന്തോഷമായിരുന്നു. കളിയെല്ലാം നടന്നു. അത് കഴിഞ്ഞിട്ട് ആദ്യത്തിൻ്റെതായ കലാപരിപാടിയായിരുന്നു അതവിടെ പെർഫോം ചെയ്തത് കേട്ടോ, ഡാൻസ്. അവിടുത്തെ എല്ലാ പ്രോഗ്രാമും കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ച് യാത്രയാവും കേട്ടോ. നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടില്ലേ? സോ പ്ലീസ് സപ്പോർട്ട് മീ. താങ്ക് യു.